Good afternoon, Miss. Good afternoon. Sija, okay യോ? ഇല്ല, ഇപ്പോഴും കുറച്ചു നേരത്തെ പറഞ്ഞടിച്ച്. ആണോ? ഓക്കെ. ഒറ്റയ്ക്കാണോ? എങ്ങനെയാണ്? ആരെങ്കിലും ഉണ്ടോ അവിടെ? റൂമിൽ ആരെങ്കിലും ഉണ്ടോ? വീടായിട്ടാണോ? എങ്ങനെയാണോ? ഫ്ലാറ്റാ. ഫ്ലാറ്റ്. മറ്റേ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നല്ലേ കൂടെ? അവര് പോയോ? ഇല്ല. ശരിയാവായിരിക്കും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പറയാം. എന്താന്നറിയില്ല. ഭക്ഷണം കഴിച്ചോ സിജ? ആവു. താങ്ക് യു. എന്തേ ചോദിച്ചതിനാണോ? എനിക്ക് പേടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കയറിയപ്പോ ക്ലാസ്സിൽ കയറിയില്ല സീജ. പിന്നെ നച്ചുവയോട് ചോദിച്ചാണ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. നജുവ ചോദിച്ചായിരുന്നു, അപ്പൊ ഞാൻ റിപ്ലൈ ഇട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലല്ലോ, അറിയാനായിട്ടാണ്. ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞാൽ ഓക്കെ. ക്ലാസ്സിൽ കാണാനെങ്കിൽ സമാധാനം. അതെ. താങ്ക് യു. എന്താണ് സൗദ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നെ? സൗദയോട് പറഞ്ഞ സൗദ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അത് മുഖം ഫേസ് മര്യാദ കാണിക്കുക ക്യാമറ. സൗദ ഒരാള് ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നു. സൗദയ്ക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ കാണണമെന്നുണ്ടോ? നിങ്ങൾ കുറച്ചുപേരുണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യാതെ. ചില കുട്ടികൾ നല്ലോണം ഓൺ ചെയ്തിരുന്ന് അറ്റൻഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു ഇന്ററാക്ഷൻ കിട്ടും നന്നായിട്ട്. സൗദ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? സൗദനെ കാണാൻ പറ്റും. ക്യാമറ ഓഫ് ചെയ്ത്. സൗദ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ക്യാമറ ഓഫ് ചെയ്യുന്നതൊക്കെ മാറി മാറി പോകും. PDF കാണാമോ? ആഫ്റ്റർനൂൺ ആണ്.
പ്രൊഡക്ഷൻ കൺട്രോൾ PDF ഒന്ന് ഓപ്പൺ ആയിട്ടോട്ടെ കേട്ടോ. റേഡിയോളജി എടുക്കുക കേട്ടോ. ഇപ്പൊ കാണാമോ നിങ്ങൾക്ക്? PDF കാണാമോ? വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആണോ കാണുന്നത്? ഇപ്പൊ കാണാലോ. ഇപ്പോഴും റേഡിയോളജി കാണുന്നില്ലേ? നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. കേൾക്കാലോ എല്ലാവർക്കും? ഓക്കെ. മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർ പ്രൊട്ടക്ഷനിൽ നമ്മൾ ഫോർ പേഷ്യന്റിന്റെ പറഞ്ഞു. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് സ്വീകരിക്കേണ്ടത് അത് പറഞ്ഞിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിലെ? യെസ്. കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കാമോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഫോർ സ്റ്റാഫുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. സ്റ്റാഫ്സിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മെഷേഴ്സ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? Adequate distance 3 meters between machines and control panel. Lead apron, gloves and a Google stool. വേറെ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? Okay. Lead apron, gloves and Googles during the time of positioning the patient. Usage of personal display devices, TLD, thermoluminescent and dosimeters, dosimeter instrument that measures exposure to ionizing radiation over a given period, then monitoring radiation exposure every month. Okay. അപ്പോൾ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മെഷേഴ്സ് ആണ് ഇവിടെ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? Adequate distance between machines and control panel. PDF പോയോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. എനിക്കിങ്ങനെ ഒരു സൈഡ് മാത്രം വിസിബിൾ ആവുന്നത്. വലുതായി കാണുന്നു.
ഇതാണോ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഫോർമാറ്റ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായി. ഞാൻ ചെക്ക് ചെയ്തിട്ട് കേട്ടോ. നിങ്ങളെ മെഷേഴ്സ് ഒന്ന് വായിച്ചു നോക്കണേ. സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ്, പ്രത്യേകിച്ച് ആ കൺട്രോൾ പാനലിൽ നിന്ന് എന്താണ് അഡിക്കേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. ഏകദേശം 3 മീറ്റർ ഡിസ്റ്റൻസ് എന്തെങ്കിലും മെഷീൻസും കൺട്രോൾ പാനലും തമ്മിൽ ഉണ്ടായിരിക്കും. നമ്മൾ അതിനകത്ത് കണ്ടിട്ടില്ലേ, മെഷീൻസ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു പാനൽ ഉണ്ടായിരിക്കും. അവിടെ മാത്രം അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കും. അതായത് മെഷീൻസിൽ നിന്നും ആ ഒരു പാനലിൽ നിന്നും എന്താണ് അത്യാവശ്യം 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം കൺട്രോൾ പാനലിൽ നിന്നും മെഷീൻസുമായിട്ട് ഡിസ്റ്റൻസ് ഇടുന്നത് കേട്ടോ. അത് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദെൻ ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ laid apron, gloves and goggles during the time of positioning the patient. പേഷ്യന്റിനെ നമ്മൾ എക്സ്റേ എടുക്കുന്നതിന് MRI ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊസിഷനിങ് ചെയ്ത് കിടത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും അപ്രോൺസ് അല്ലെങ്കിൽ ഗ്ലൗസ് ഗൂഗിൾസ് എല്ലാം ആ സമയത്ത് ഉപയോഗിച്ചിട്ടായിരിക്കണം അത് നമ്മൾ ആ പേഷ്യന്റിനെ പൊസിഷനിങ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നിർബന്ധമായിട്ട് നമ്മൾ TLD ഡോസിമീറ്റേഴ്സ് യൂസ് ചെയ്യുക. എന്താണ് TLD ഡോസിമീറ്റേഴ്സ് എന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് ആണ്. അതായത് നമ്മുടെ റേഡിയേഷന്റെ എക്സ്പോഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണെന്ത് TLD എന്ന് പറയുന്നത്. Thermoluminescent and dosimeters. Dosimeter instrument that measure exposure to ionizing radiation over a given period. Okay, ionizing radiations എന്നുള്ള എക്സ്പോഷർ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് വർക്കേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് എന്താ ഈ ഒരു ഇൻസ്ട്രുമെന്റ് അഥവാ TLD എന്ന് പറയുന്നത്. കേട്ടോ, നിർബന്ധമായിട്ട് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ മോണിറ്റർ റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. നിർബന്ധമായിട്ട് നമ്മൾ എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത് നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. ഓക്കെ. ഇതെല്ലാം തന്നെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മെഷേഴ്സുകളാണ്. ഓക്കെ. ഒന്ന് എന്തായിരുന്നു, ആഡിക്കേറ്റ് ഡിസ്റ്റൻസ് 3 മീറ്റർ ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. കൺട്രോൾ പാനലിൽ നിന്ന് മെഷീനിൽ നിന്ന് എന്താണ് ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. നിർബന്ധമായിട്ട് പേഷ്യന്റിനെ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് അപ്രോൺസ് അല്ലെങ്കിൽ ഗ്ലൗസ് ഗൂഗിൾസ് എന്നിവ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഒരു TLD ഡോസിമീറ്റർ അഥവാ തെർമോലുമിനസെന്റ് ഡോസിമീറ്റേഴ്സ് റേഡിയേഷന്റെ എക്സ്പോഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ മന്തും എന്താണ് എവറി മന്ത് നമ്മൾ റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ഇനി പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാഫിന്റെ ആണ്. ഈ പബ്ലിക്കിന്റെ റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? At a distance from general traffic, use warning for yellow glow signs for radiation area. It's also needed that warning lights are clearly seen erect when X-ray machine behind the leader doors discharging radiation to prevent unidirectional entry to the room without wearing radiation protection. ഇപ്പൊ പബ്ലിക്കിന്റെ റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? at a distance from general traffic എന്ന് പറയുന്നത് from a distance from general traffic എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു പോയിന്റില്?
ചെറിയൊരു പോയിന്റ് അല്ലേ, പറയാൻ പറ്റുമല്ലോ? നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചത്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് പഠിച്ചു അല്ലെ? കേൾക്കുന്നില്ലേ നിങ്ങൾ? യെസ്. ഓക്കെ. അതേപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇടയിൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? അല്ല അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? പബ്ലിക്കിന് യാതൊരു വിധത്തിൽ, പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലും റേഡിയേഷൻ എക്സ്പോഷർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്തിരിക്കണം അല്ലെ? പ്രത്യേകിച്ച് ഒരു ജനറൽ ട്രാഫിക്കിൽ നിന്ന്, അതായത് ജനറൽ ട്രാഫിക് എന്ന് വെച്ചാൽ പേഷ്യൻസിന് ഓവർഫ്ലോ ഉണ്ടാവും, വിസിറ്റേഴ്സ് ഉണ്ടാവും അല്ലെ, മറ്റു ആൾക്കാർ എല്ലാവരും ഉണ്ടാവും. അത്തരം ഒരു സ്പേസിൽ നിന്ന് അഡിക്കേറ്റഡ് സ്പേസസ് നമ്മൾ നിർബന്ധമായിട്ടും സ്വീകരിച്ചിരിക്കുന്നത്. അത് റേഡിയേഷൻ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് വാർണിംഗ് ബോർഡ്സുകൾ അല്ലെങ്കിൽ വാർണിംഗ് സൈൻസുകൾ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന സമയത്തൊക്കെ എന്താണ് വാർണിംഗ് സൈൻസുകൾ പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അല്ലെങ്കിൽ അതിന്റെ കളർ കോഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു യെല്ലോ സൈൻ ലോ റേഡിയേഷൻസ്, യെല്ലോ സൈൻ കളറുള്ള ഒരു ബോർഡ് കണ്ടിട്ടുണ്ടോ? ഈ ഒരു ബോർഡ് ഉണ്ടല്ലോ, കോഷൻ ഹൈ റേഡിയേഷൻ ഏരിയ, ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ്. എന്തിനു വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്? നമ്മള് ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ട് ഹൈ റേഡിയേഷൻ ഏരിയാസ് ആണെന്ന് പബ്ലിക്കിന് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സയൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ, എക്സ്റേ എടുക്കുന്ന സമയത്ത് എക്സ്റേ അതിനകത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി എന്താണ് പുറത്തൊരു റെഡ് കളർ കാണാൻ പറ്റും അല്ലെ? എക്സ്റേയുടെ ഡോറിന് പുറത്തായിട്ട് കണ്ടിട്ടുണ്ടോ റെഡ് കളർ ഇങ്ങനെ കത്തുന്നത്? എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കത്തുന്നത് അല്ലെ? എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ റെഡ് ബൾബ്, ആ റെഡ് സൈൻ ഇങ്ങനെ തിളക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് നമുക്കത് എന്താണ്, അത് നമ്മൾ അതായത് ഓൾറെഡി നമുക്കൊരു സൈനിങ് തരാണ് അല്ലെ? ഇതിലേക്ക് ആ ഒരു പ്ലേസിലേക്ക് എത്തിച്ചേരുന്ന സൈൻ അതിന്റെ അകത്ത് എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ ഒരു സൈനാണ് നമുക്ക് എന്താ ഒരു കളറിൽ കാണിക്കുന്നത്. ഓക്കെ. It is also needed what warning lights are clearly seen it when the X-ray machine behind the lidded door is switched on radiation to prevent unidirectional entry into the room without parent radiation protection. മാത്രമല്ല ഇതിനകത്ത് എക്സ്റേ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അതിനകത്തേക്ക് ആരും പ്രവേശിക്കരുത് എന്നൊരു മുൻകൂട്ടിയുള്ളൊരു എന്താണ് നിർദ്ദേശം കൂടിയാണ് ആ ഒരു സൈനിൽ നമുക്ക് തരുന്നത്. ഓക്കെ. മാത്രമല്ല ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രായമായ ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പെട്ടെന്ന് എന്താണ് ആ ഒരു ഏരിയയിലേക്ക് ഓടിച്ച് ചെല്ലാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ പബ്ലിക്കിന്റെയും കൂടി പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ ഓൾറെഡി സൈൻ ബോർഡുകളോട് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, സൈൻ ബോർഡിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ആ സൈൻ ബോർഡ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. മാത്രമല്ല ജനറൽ ട്രാഫിക്കിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരിക്കുള്ളൂ നമ്മൾ ആ ഒരു ഏരിയ വരുന്നത്. വാർണിംഗ് ബോർഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് യെല്ലോ ക്ലോത്ത് സൈൻസ് റേഡിയേഷൻ ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബോർഡ് എന്തിനുള്ള സൈനാണ്? ഹൈ റേഡിയേഷൻ ഏരിയ എന്നുള്ളൊരു ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൈൻ ബോർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ആരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്? ഇപ്പൊ പബ്ലിക് അല്ലെ, പൊതുജനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്തരം സയൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. Yes, so measures to be taken for the protecting കേൾക്കാമോ? സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ടോ പിള്ളേരെ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇടയ്ക്ക് സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. ഓക്കെ. റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ.
റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ ആ ഒരു ഡെഫിനേഷൻ പഠിക്കണം. പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 3 രീതിയിൽ പ്രൊട്ടക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ ആൻഡ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് 3 ആരെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ദെൻ അതെങ്ങനെയൊക്കെയാണ് ആ ഒരു പബ്ലിക്കിനാണെങ്കിൽ പേഷ്യൻസിനാണെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് ആണ് സ്വീകരിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ, ക്ലിയർ ആണോ? ശബ്ദം ബ്രേക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. The administration must make sure that following. റേഡിയോളജി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് മെഷേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. Enlargement concerning all radiology department policies and course of action for the radiology department. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും എന്തുണ്ട്, ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം അനുസരിച്ചിട്ട് തന്നെയാണോ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് നയിച്ചത് എന്താണ്, നമ്മൾ അത്യാവശ്യം കുറച്ച് ജാഗ്രത പുലർത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിനാൽ തന്നെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, appointment system for one patient should be so planned that inpatient need not have to wait excessively. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇവിടെ നമ്മൾ മെഡിക്കൽ ഇമാജിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. എക്സ്റേ, MRI, CT ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നമ്മൾ ബുക്കിംഗ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ് ഇൻപേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരുപാട് സമയം എടുക്കാറുണ്ടോ? നമുക്ക് വെയിറ്റിംഗ് ടൈംസ് കൂടുതലാണോ വരുന്നത്? വാർഡ് പേഷ്യൻസിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇൻപേഷ്യന്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇവിടെ എന്താ പറയുന്നത്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ് ദാറ്റ് ഇൻപേഷ്യന്റ് നീഡ് not have to wait excessively. എന്ന് പറഞ്ഞ എന്താണ്? എന്താണ് പറയുന്നത്? വാർഡ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആർക്ക് നമ്മൾ ഓൾറെഡി ഓക്കെ സ്റ്റക്ക് ആവുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ ഭയങ്കര കഷ്ടമാണ്. എനിക്ക് ഈ ക്ലാസ് കയറുന്നത് ഈ റൂമിന്റെ കാര്യം എന്താ പറഞ്ഞത്, ഭയങ്കര മിസ്റ്റേക്ക്. ഏത് ക്ലാസ്സിന് എടുക്കാൻ കയറിയാലും ഇവിടെ എപ്പോഴും എന്തെങ്കിലും പ്രശ്നമാണ്, മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. കേൾക്കാമോ? കേൾക്കാമോ? Okay. Appointment system for ward patient should be so planned that inpatient need to have to be accessible. അതായത് നമ്മുടെ വാർഡിലുള്ള രോഗികൾക്കുള്ള അപ്പോയിന്റ്മെന്റ് സംവിധാനം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. കാരണം വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും എക്സ്റേയോ MRIയോ CT ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരെ ആദ്യം ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കണം നമ്മൾ
അവർക്ക് ഒരു വെയിറ്റിംഗ് ടൈംസ് കൊടുക്കാതെ അവർക്ക് പ്രയോറിറ്റീസ് കൊടുത്തിട്ടായിരിക്കണം എന്താ എക്സ്റേ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഇമാർജൻസി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇൻപേഷ്യൻസിന് നമ്മൾ അത്യാവശ്യം അവരെ ടൈം അതായത് എക്സസീവ് ആയിട്ടൊരു ടൈം കൊടുക്കാതെ തന്നെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ അവർക്ക് എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ഇമാജിൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുന്നത്. അതായത് കൃത്യമായിട്ട് മെഡിക്കൽ ഇമാജിൻ ടെക്നിക്സുകൾ എടുക്കാൻ ഇൻപേഷ്യൻസിന് കൃത്യമായ ടൈം ഷെഡ്യൂൾസ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നും കൂടി അഡ്മിനിസ്ട്രേഷൻസ് ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് are followed according to the hospital policy. എന്താ പറയുന്നത്? ഡിപ്പാർട്ട്മെന്റിന്റെ സമയം അല്ലെ, അതായത് ആശുപത്രി നയം അനുസരിച്ചിട്ട് തന്നെയാണോ അതിന്റെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതായത് ഒരു കൃത്യമായ ടൈം ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ടെസ്റ്റ് എല്ലാ മെഡിക്കൽ ഇമാജിൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പല രീതിയിലുള്ള ടൈം ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചിട്ടുള്ള ടൈം ഷെഡ്യൂളുകൾ തന്നെയാണോ ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നത് കൂടി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, then non-essential waiting time should be avoided. Non-essential time should be വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡ്. അതായത് ആവശ്യമില്ലാത്ത രീതിയിൽ എന്താണ് നമ്മളെ വെയിറ്റിംഗ് ടൈംസുകൾ, അതായത് ഒരുപാട് സമയം പേഷ്യൻസിനാണെങ്കിൽ ഔട്ട് പേഷ്യൻസ് ആണെങ്കിൽ ഇൻപേഷ്യൻസിനാണെങ്കിൽ എന്താണ് ഒരുപാട് വെയിറ്റിംഗ് ടൈംസ് അവർക്ക് വരാതെ തന്നെ കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നോക്കണം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ MRI CT ഒക്കെ ചെയ്യാനുണ്ട്, അൾട്രാസൗണ്ട് ചെയ്യാനാണെങ്കിൽ എന്താണ് ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒത്തിരി പേഷ്യൻസിന് അതായത് നമ്മളൊരു ക്രമീകരിച്ച് ഒരു മാനറിലായിരിക്കും, ഒരു അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ അത്യാവശ്യം ടൈം ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതായത് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാതെ അത്യാവശ്യം ഒരു ടൈം ഷെഡ്യൂൾ ക്രമീകരിക്കുക. അതിനനുസരിച്ചിട്ട് ഓരോ പേഷ്യന്റിനെ നമുക്ക് ഓരോ മെഡിക്കൽ ഇമാജിൻ ചെയ്യുന്നതിന് വേണ്ടി കടത്തിവിടാവുന്നതാണ്. അപ്പൊ അത്തരത്തില് അനാവശ്യ സമയങ്ങൾ അങ്ങനെ പാഴാക്കുന്നുണ്ടോ എന്ന് കൂടിയിട്ട് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. Then preventive maintenance of machines and equipments. അതായത് അവിടെ ഉപയോഗിക്കുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും പ്രത്യേകിച്ച് നല്ല മെയിൻ്റനൻസ് ഉള്ളതാണ്. അതായത് എന്തെങ്കിലും ഡാമേജസ് ഉള്ളതാണെങ്കിൽ കൃത്യമായിട്ടൊക്കെ റിപ്പയർ ചെയ്യുക. ദെൻ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ എന്താണ് അത് പേഷ്യന്റിനെയും അല്ലെങ്കിൽ അവിടെ എല്ലാ സ്റ്റാഫുകളും ഒരേപോലെ തന്നെ ബാധിക്കുന്നതിനാൽ തന്നെ എന്താണ് എല്ലാ മെഷീൻസും പ്രത്യേകിച്ച് എല്ലാ എക്യുപ്മെന്റ്സും മെഷീൻസും കൃത്യമായിട്ട് അതിന്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? The radiology department must maintain an effective working relationship with the medical staff and administration, the other hospital departments and services. എന്താ പറയുന്നത്? The radiology department must maintain an effective working relationships അല്ലെ. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻ, അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്സ് കൊണ്ടുപോകുന്നുണ്ടെന്നും കൂടി കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് എല്ലാവരുമായിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ, അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് ദ റേഡിയോളജി സർവീസ്. അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസ് എന്ന് പറയുന്നത് റേഡിയോളജി സേവനങ്ങളുടെ ഗുണനിലവാരം അല്ലെ, ക്വാളിറ്റി സർവീസസ് ആണോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ സർവീസസിന്റെ കൃത്യമായിട്ടുള്ള സർവീസ്, അതായത് നല്ല ഗുണനിലവാരമുള്ള സർവീസസ് ആണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് എന്താണ്? All the reports are to be signed by radiologists. Okay, all the reports are to be signed by the radiologists. എല്ലാ റിപ്പോർട്ട്സുകളും പ്രത്യേകിച്ച് മെഡിക്കൽ ഇമാജിൻ രംഗത്തെ എല്ലാ റിപ്പോർട്ട്സുകളും എന്താണ് നിർബന്ധമായിട്ടും റേഡിയോളജിസ്റ്റിന്റെ സൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാത്തിലും റേഡിയോളജിസ്റ്റിന്റെ സൈനുകൾ ഉണ്ടോ എന്ന് കൂടി അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, then there should be well trained and registered radiographers. At least one should be available on call out time. There should be a well-trained and registered radiographers. At least one should be available on call at time. എന്താ പറയുന്നത് ഇവിടെ?
ഏത് സമയത്തും ഒരു റേഡിയോഗ്രാഫറുടെ സാന്നിധ്യം ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അതായത് വേറെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി പോലും എന്താണ് എപ്പോ വേണമെങ്കിലും നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കല്ലേ, അപ്പൊ ഒരു റേഡിയോഗ്രാഫർ എന്തായാലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. Then the standard and regulations of atomic energy, regulatory board and the division of radiological protection, Bhabha Atomic Research Center should be clung to. Okay. അതായത് നമ്മൾ ഓൾറെഡി ഒരു അതോറിറ്റിയുടെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭാഗങ്ങളിൽ അല്ലെ. അതായത് ഈ AERB അല്ലെങ്കിൽ ബാക്കിന്റെയും അല്ലെങ്കിൽ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അതോറിറ്റീസിന്റെ ഒക്കെ റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് തന്നെയാണോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. യെസ്. അതായത് ഇപ്പൊ മൂവരുടെ അതായത് AERBയുടെ ബാക്കിന്റെ അല്ലെങ്കിൽ എന്താണ് യെസ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ എല്ലാം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ആണവ നിലയങ്ങളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമാവലികളെല്ലാം തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ടോ എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ബ്രേക്ക് ചെയ്ത് പോകുന്നില്ലല്ലോ? ഓക്കെ. നമ്മുടെ വാർഡ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് അതായത് അവരെ അത്യം വെയിറ്റിംഗ് ചെയ്യിപ്പിക്കാതെ തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൃത്യമായിട്ട് പ്രത്യേകിച്ച് വാർഡ് പേഷ്യന്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻപേഷ്യൻസിന്റെ ആ ഒരു വെയിറ്റിംഗ് ടൈം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ ഇമാജിക് ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് തന്നെയാണോ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ഫോളോ ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ പോളിസി അനുസരിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആണോ അവർ ഫോളോ ചെയ്യുന്നതെന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ എന്താണ് അനാവശ്യമായ രീതിയിൽ ഒരു വെയിറ്റിംഗ് ടൈംസുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. മെഡിക്കൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇമാജിൻ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ പേഷ്യൻസിന് എന്താണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാൻ പാടില്ല അല്ലെ. അപ്പൊ അത് ആ ഒരു രീതിയിൽ ആ ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൂടി അഡ്മിനിസ്ട്രേഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നിർബന്ധമായിട്ടും മെഡിക്കൽ ഇമാജിൻ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീൻസിന്റെ ഒക്കെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റ് എസെൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് റേഡിയോളജി സർവീസസിന്റെ ക്വാളിറ്റി അല്ലെ, എത്രത്തോളം ഉണ്ട് ആ സർവീസസിന്റെ ക്വാളിറ്റി സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അദ്ദേഹം അസസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതുണ്ട്. പിന്നെ എല്ലാ റേഡിയോളജി റിപ്പോർട്ട്സുകളും നിർബന്ധമായിട്ടും റേഡിയോളജിസ്റ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. പിന്നെ ഏത് ഒരു എമർജൻസി അതായത് ഹോസ്പിറ്റൽ ആ ഒരു 24 hours ഏത് ടൈമിൽ എന്താണ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫർ അവൈലബിൾ ആയിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഏത് സിറ്റുവേഷൻസിനും അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമ്മുടെ AERBയുടെയും ബാക്കിന്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് തന്നെയാണോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് എല്ലാം അവർ പാലിക്കുന്നുണ്ടോ എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ക്ലിയർ ആണോ പിള്ളേരെ? കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? നിങ്ങളിങ്ങനെ തമ്പിടുന്നൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് വീണ്ടും വിളിച്ച് ചോദിക്കുന്നത്. എന്തോ സിസ്റ്റത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ. ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. റേഡിയോളജി എന്ന ചാപ്റ്റർ കഴിഞ്ഞു. യെസ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ഒന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മെഷേഴ്സും അതിന്റെ ക്ലാസിഫിക്കേഷൻസും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് കേട്ടോ. അതായത് ഓരോ പ്രൊട്ടക്ഷനും ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു എന്ന് പഠിക്കുക. ഓക്യുപേഷണൽ പ്രൊട്ടക്ഷൻ ആരുമായി ബന്ധപ്പെട്ടാണ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആരുമായിട്ടാണ്, പബ്ലിക് റേഡിയേഷൻ ആരുമായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മെഷർ ഓരോ പേഷ്യന്റിനും അല്ലെങ്കിൽ സ്റ്റാഫിനും പബ്ലിക്കിനും വേണ്ടി നമ്മൾ എന്തെല്ലാം മെഷേഴ്സ് ആണ് പ്രൊട്ടക്ഷന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് അതും പഠിക്കുക കേട്ടോ. ദെൻ ഓരോന്നിന്റെ എക്സ്പാൻഷൻ, ബാർക്കിന്റെ എക്സ്പാൻഷൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. ബാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, എവിടെയാണ്? മുംബൈ ആണ് കേട്ടോ. പിന്നെ ഒരു റെഗുലേറ്ററി ബോർഡിനെ പറഞ്ഞിരുന്നു നമ്മള്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ എക്സ്പാൻഷൻ പഠിക്കാൻ പറഞ്ഞിരുന്നു, AERB കേട്ടോ.
Then റേഡിയേഷൻ റിസ്കുകൾ രണ്ട് രീതിയിലുണ്ട്, സിവിയർ ഉണ്ട്, ക്രോണിക് എഫക്റ്റ് ഉണ്ട്. സിവിയർ എഫക്റ്റിലും ക്രോണിക് എഫക്റ്റിലും വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിസീസസ് ആണ്, ഏതൊക്കെ ഇറിറ്റേഷൻസ് ആണ് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു, അത് നോക്കാം കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓൾറെഡി ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് അറിയാം. പിന്നെ റേഡിയോളജി വർക്ക് സ്പേസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷൻ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. അത് 3 ഒന്ന് നോക്കാം കേട്ടോ. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത്ര ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ടെർമിനോളജി കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ, സഫിക്സ് വരെ എടുത്തിട്ടുള്ളൂ. അതൊന്നും PDF ഒന്നും എടുത്തേക്കട്ടെ കേട്ടോ. നിങ്ങൾ എടുത്തോളൂ, സഫിക്സ് എടുത്തോളൂ കേട്ടോ, ടെക്സ്റ്റ് എടുത്തോളൂ. ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അശ്വതി മിസ് സഫിക്സ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. എന്താണ് സഫിക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ബിഗിനിങ് ഓഫ് ദ മെഡിക്കൽ ടൈം ആണോ എൻഡിങ് ഓഫ് ദ മെഡിക്കൽ ടൈം ആണോ സഫിക്സ് എന്ന് പറയുന്നത്? എൻഡിങ് ഓഫ് ദ മെഡിക്കൽ ടൈം. ഓക്കെ, വെരി ഗുഡ്. എൻഡിങ് ഭാഗം സഫിക്സ് വളരെ കുറച്ചുള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. കോമൺ ആയിട്ടുള്ള കുറച്ച് സഫിക്സുകൾ മാത്രമാണ് പഠിക്കുന്നത് കേട്ടോ. ടീച്ചർ അതൊന്ന് എടുത്തേക്കട്ടെ. ഇതിങ്ങനെ ഓരോ നമ്മൾ ആദ്യം ടെക്സ്റ്റ് ചെയ്തിരുന്നത് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് ചാപ്റ്ററിന്റെ പേര് അടിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് വരുമായിരുന്നു. ഇതിപ്പോ എല്ലാം ഒറ്റ PDF ആക്കിയതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ സെർച്ച് ചെയ്യാം. ചില കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒറ്റ PDF ആക്കിയിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. ഓക്കെ, യെസ്, പേജ് നമ്പർ page number 105. Okay. കണ്ടോ, കോമൺ സഫിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ടൈമിന്റെ എൻഡിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ക്ലാസ് പോന്നിട്ടുണ്ടാവും, മിഷൻസ് എടുത്തിട്ടുണ്ടാവും, അശ്വിൻസ് എടുത്തിട്ടുണ്ടാവും. ആ ടിക്ക് ചെയ്യുന്നത് മാത്രം നിങ്ങൾ പഠിക്കുക കേട്ടോ. ബാക്കി പഠിക്കേണ്ടെന്നല്ല, ടിക്ക് ചെയ്തതൊന്നും സ്ട്രെസ് ചെയ്ത് പഠിക്കാനാണ് കേട്ടോ. കോമൺ സഫിക്സില് ഫസ്റ്റ് വൺ എന്താണ്? ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. കേൾക്കുന്നുണ്ട് എല്ലാവരും? സഫിക്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫസ്റ്റ് ടൈം എന്താണ്? ആൽജിയ. അത് ടിക്ക് ചെയ്യാം കേട്ടോ. ആൽജിയ റിലേറ്റഡ് ടു പെയിൻ, പെയിനുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. പഠിക്കുമ്പോ രണ്ടും പഠിക്കണം, ആ സഫിക്സും പഠിക്കണം, അതിന്റെ മീനിങ്ങും പഠിക്കണം കേട്ടോ. ടിക്ക് ചെയ്യാം കേട്ടോ. ആൽജിയ റിലേറ്റഡ് ടു പെയിൻ, അത് ടിക്ക് ചെയ്യാം.
Then second one, esteno, feebleness. Esteno means feebleness. Feebleness means ബലഹീനത എന്നൊക്കെ പറയല്ലേ. Yes. Feeble minded എന്നൊക്കെ പറയില്ലേ. Yes. Feebleness. Esteno, feebleness. Okay. Then third one, last. എന്താണ് മീനിങ്? ഇമ്മച്ചുവർ ആയിട്ടുള്ള സെല്ലാണ് അല്ലെ. ഇമ്മച്ചുവർ സെൽ എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്താണ്? ഇമ്മച്ചുവർ സെല്ല് നമ്മൾ പൂർണ്ണമായിട്ട് വളരാത്ത സെൽസിനെയാണ്, അല്ലെങ്കിൽ കോശങ്ങളെയാണ് നമ്മൾ ഇമ്മച്ചുവർ സെൽ എന്ന് പറയുന്നത് അല്ലെ. പൂർണ്ണത കൈവരിക്കാത്ത കോശങ്ങളെയാണ് നമ്മൾ ഇമ്മച്ചുവർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് മീൻസ് ഇമ്മച്ചുവർ സെൽ. ഓക്കെ, fourth one ടിക്ക് ചെയ്യാം ട്ടോ. fourth one ടിക്ക് ചെയ്യൂ. Silly, relating to a tumor or swelling. ടിക്ക് ചെയ്യാം. എന്താണ്? ഇവിടെ മുഴാലി ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയും അല്ലെ. യെസ്, അതാണ് എന്താ സിലി എന്ന് പറയുന്നത്. റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫ്ലമേഷൻ. ഓക്കെ, യെസ്. Fifth one, synthesis, relating to a procedure in which an organ or body cavity is punctured often to drain surplus fluid or get a sample for analysis. Okay, എന്താണ് synthesis എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ synthesis? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അറയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗണിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എന്ന് പറയുന്നത് synthesis എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് നീക്കം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് synthesis. ഓക്കെ, സിന്തസിസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ അറിയാമോ? സിന്തസിസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കുകൾ അറിയാമോ? Synthesis. Okay, yes. പിന്നെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ അറിയാവുന്നവരെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അറിയാവുന്നവർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ amino synthesis. Okay, very good. Next one, sixth one, site എന്താണ്? സെൽ അല്ലെ. സൈറ്റ് വെച്ച് എന്തെങ്കിലും ഒരു വേർഡ് ഓർമ്മയുണ്ടോ? സെല്ലുകളെ കുറിച്ചുള്ള പഠനങ്ങളെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റഡി ഓഫ് സെൽസ്, സൈറ്റോളജി. വെരി ഗുഡ്. സൈറ്റോളജി, ലുക്കോസൈറ്റ്. ഓക്കെ, സെല്ലുകളെ കുറിച്ചുള്ള പഠനം നമ്മൾ സൈറ്റോളജി എന്നാണ് പറയുന്നത് അല്ലെ. യെസ്, സൈറ്റ് മീൻസ് സെൽ, കോശം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോണോസൈറ്റ്സ്. വെരി ഗുഡ്. ടിക്ക് ചെയ്യാം കേട്ടോ. 1, 4, 6 ഇത് മൂന്ന് ടിക്ക് ചെയ്തോ. 1, 4, 6. ഓക്കെ, next one, ectomy, surgical removal of. Okay, അറിയാമല്ലോ, സർജിക്കൽ റിമൂവൽ ഓഫ് ആണ് ectomy. യെസ്, ടിക്ക് ചെയ്യണ്ട കേട്ടോ, പറഞ്ഞില്ല. പറയാം, ഞാൻ ടിക്ക് ചെയ്യാൻ പറയുന്നത് മാത്രം ടിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, ectomy, surgical removal of. Then 8th one ടിക്ക് ചെയ്യൂ. എന്താണ്? anemia, relating to the presence of a substance in the blood. Anemia എന്താണ്? relating to the presence of a substance in the blood. എന്താണ് anemia എന്ന് പറയുന്നത്? anemia കണ്ടിട്ടില്ലേ? anemia. Okay, yes, leukemia. Okay, very good. എന്താണത്? രക്തത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റാൻസിന്റെ സാന്നിധ്യം കാണിക്കുന്നതാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത്. മീനിങ് വരുന്നത് കേട്ടോ. യെസ്, അനീമിയ എന്ന് പറഞ്ഞ അവസ്ഥ എന്താണ്? അനീമിയ എന്താണ്? അനീമിയ വിളർച്ച. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, എട്ടാമത്തെ ടിക്ക് ചെയ്തല്ലോ. എമിയ ടിക്ക് ചെയ്യാം കേട്ടോ. 9th one, genic, a record of the device used to, 9th one പറഞ്ഞോ. ജെനിക് ആണ്.
ജനിക് എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ടിംഗ് എന്നാണ് കേട്ടോ. മീനിങ് വരുന്നത് റിസൾട്ടിംഗ് ആണ്. ഓക്കെ. ജനിക് റിസൾട്ടിംഗ് ആണ്. ഓക്കെ. 9th one റിസൾട്ടിംഗ് ആണ്. Then 10th one ഗ്രാം. 10th one ടിക്ക് ചെയ്യുക കേട്ടോ. 10ാമത്തെ ടിക്ക് ചെയ്യുക. ഗ്രാം എന്താണ്? റെക്കോർഡ് ആണ് കേട്ടോ. ഗ്രാം റെക്കോർഡ്. നമ്മള് എന്താ പറയും? ഗ്രാം സഫിക്സിൽ അവസാനിക്കുന്ന ഒരു വേർഡ് ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ശരിയാണോ? ഇലക്ട്രോ കാർഡിയോഗ്രാം. പിന്നെ വേറെ എന്തൊക്കെ അറിയാം? എൻസെഫലോഗ്രാം. ഓക്കെ. യെസ്. ടിക്ക് ചെയ്യാം കേട്ടോ. 10ാമത്തെ ടിക്ക് ചെയ്യാം. അതായത് ഗ്രാം റെക്കോർഡിംഗ് ആണ് അല്ലെ? ഏതെങ്കിലും ഒരു 9th one ടിക്ക് ചെയ്തോ. 10th one ടിക്ക് ചെയ്യാം. Then 11th one graph. 11th one graph. A record or the device used to create the record. Graphs. Graphs എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. യെസ്. എന്താണ് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫിൽ? നമ്മള് ECG. എന്താണ് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫില്? ECG. എന്ത് മെഷർമെന്റ് ആണ്? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ. യെസ്. 11th one ടിക്ക് ചെയ്യാം കേട്ടോ. 10th 11th ടിക്ക് ചെയ്തേ. ചെയ്തോ? ഇനി ഓരോ പേജിൽ ടിക്ക് ചെയ്യാനുള്ളത് ഒന്നുകൂടി പറയാണ്. +1, then 4th one, 6th, 8th, 10, 11. ഇവിടെ വരെ ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ 12th one നോക്കട്ടോ. ഐറ്റിസ്. ഐറ്റിസ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തപ്പോ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് മുതൽ നമ്മളത് പഠിക്കുന്നത്. ഐറ്റിസ് മീനിങ് എന്താണ്? സ്പെല്ലിംഗ് അല്ലെ? ഐറ്റിസ് മീൻസ് എന്താണ്? സ്പെല്ലിംഗ് അഥവാ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീര്, തടിപ്പ്, മുഴ എന്നൊക്കെ പറയും നമ്മള്. ഓക്കെ. യെസ്. അത് ടിക്ക് ചെയ്യാം കേട്ടോ. ഐറ്റിസ് ടിക്ക് ചെയ്യാം. Then lysis. Lysis. 13. Lysis. Decline, disintegration or destruction. Lysis എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലൈൻ. നമ്മള് എന്താ പറയാ? പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ശിഥിലീകരിക്കുക എന്നൊക്കെ പറയും അല്ലെ? അതപ്പം തന്നെ നശിപ്പിക്കുക എന്നൊക്കെ പറയില്ല. ഡിസ്ട്രക്ഷൻ. ഡിക്ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ശിഥിലീകരണം. ഡിസിന്റഗ്രേഷൻ എന്ന് വെച്ചാൽ അതപ്പതിക്കുക. ഡിസ്ട്രക്ഷൻസ് മീൻസ് എന്താണ്? നശിപ്പിച്ച് കളയുക എന്നുള്ള മീനിങ് കേട്ടോ. ഓക്കെ. അപ്പോ ലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡിക്ലൈൻ, ഡിസിന്റഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. 14 മെക്കാലി. മെക്കാലി എക്സ്പാൻഷൻ ഓഫ് കേട്ടോ. അതായത് വികാസം, വ്യാപനം എന്നൊക്കെ പറയില്ലേ നമ്മള്? ഇതാണ് മെക്കാലി എക്സ്പാൻഷൻ ഓഫ്. ഓക്കെ. മെക്കാലി എക്സ്പാൻഷൻ ഓഫ്. 15 ടിക്ക് ചെയ്തേ. 15 ടിക്ക് ചെയ്യാം. ഓളജി. സയൻസ് ഓഫ്. ഓളജി. സയൻസ് ഓഫ്. ഓളജി വെച്ച് കുറച്ച് ടേംസ് എന്ന് പറയാമോ? ഓളജി. ബയോളജി, കാർഡിയോളജി, സുവോളജി, പത്തോളജി, ഓങ്കോളജി. യെസ്. ഓക്കെ. ഏതെങ്കിലും ഒരു സയന്റിഫിക് ഫീൽഡിന് പറയുന്നതാണ് അല്ലെ? സയൻസിന് പറയുന്നതാണ് ഓളജി. സൈക്കോളജി. ഓക്കെ. വെരി ഗുഡ്. യെസ്. 15 ടിക്ക് ചെയ്യാം കേട്ടോ. 15 ടിക്ക് ചെയ്യാം. Then 16 ഉമ്മ. ഉമ്മ എന്താണ്? ട്യൂമർ ആണ് കേട്ടോ. ഉമ്മ ട്യൂമർ. ഉമ്മ ട്യൂമർ. Then 17 osis. Osis relating to a disease process ulcerosis. എന്താണ് osis എന്ന് പറയുന്നത്? osis അറിയാമോ? osis വെച്ചെന്ന് പറഞ്ഞേ. ഡയഗ്നോസിസ്. ഡയഗ്നോസിസ്. പിന്നെ വേറെ കാലം പറയാം.
Erythrocytosis. കേട്ടിട്ടുണ്ടോ? Erythrocytosis. RBC അല്ലേ? Yes. Okay. Yes, process എന്താണ്? Relating to disease or process. Then next one എന്താണ്? Ostomy. Ostomy. Surgical creation of an opening or hole. Ostomy എന്ന് പറയുന്നത് എന്താണ്? Surgical creation അല്ലെങ്കിൽ an opening or hole ആണ് എന്ത്? Ostomy എന്ന് പറയുന്നത് കേട്ടോ. Ostomy എന്താണ്? അതായത് ഇപ്പോ കൊളോസ്റ്റോമി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൊളോസ്റ്റോമി എന്ന് വൻകുടലുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പണിംഗ് ചെയ്യുന്നത് കൊളോസ്റ്റോമി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഓട്ടോമി. 91. ഓട്ടോമി. ഓട്ടോമി സർജിക്കൽ ഇൻസിഷൻ ആണ് കേട്ടോ. ഓട്ടോമിയുടെ മീനിങ് എന്താണ്? സർജിക്കൽ ഇൻസിഷൻ ആണ്. അത് നമ്മൾ കീറി മുറിക്കാന്നൊക്കെ പറയുന്നത് ഓട്ടോമി. Okay. Then 21. Patti. 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 Disease or a system for treating diseases. Patti. Patti വെച്ച് ഏതൊക്കെ വേർഡ്സ് അറിയാം നിങ്ങൾക്ക്? Yes. Homeopathy. Naturopathy. പിന്നെ ഏതൊക്കെ അറിയാം? Idiopathy. Okay. Cardiomyopathy. Okay, very good. Yes. Yes, okay. Next one, 21. 21 no photo. 21. Phagia. Phagia. Relating to eating or self-serving. Phagia relating to eating or salvoving. അങ്ങനെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നത്? 21 എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയ മീനിങ്ങില്? ഫാജിയ അതായത് നമ്മൾ ഒന്നിലേക്ക് കഴിക്കുന്നതോ വിഴുങ്ങുന്നതോ ആയിട്ടുള്ള മീനിങ് ആണ് കേട്ടോ. ഫാജിയ എന്ന് പറയുന്നത് ഒന്നിലേക്ക് റിലേറ്റിംഗ് ടു ഈറ്റിംഗ് അല്ലെങ്കിൽ സ്വോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിഴുങ്ങാന്നൊക്കെ പറയില്ലേ? ഇതിനെയാണെന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ഫാഗിയ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. 22. Fascia. Fascia relating to speech. Fascia relating to speech and all. Okay. Then 23 ticket. 23 ticket. 23, 24, 25. അത് മൂന്നും ഒരുമിച്ച് ടിക്ക് ചെയ്തോളൂ. പറഞ്ഞുതരാം. 23, 24, 25. Yes. 23 എന്താണ്? Phobia relating to an irrational fear. Phobia എന്ന് പറയുന്നത് എന്താണ്? Relating to an irrational fear. അതായത് നമ്മൾ അകാരണമായിട്ടുള്ള പേടിയില്ലേ? ഫിയർ. അതുമായി ബന്ധപ്പെട്ടതാണ് ഫോബിയ. ഓക്കെ, ഹൈഡ്രോഫോബിയ. ഓക്കെ, 23 ഡിക്കേറ്റ്. ഫോബിയ മീൻസ് റിലേറ്റിംഗ് ടു an irrational fear. അകാരണമായിട്ടുള്ള പേടി. എല്ലാം മിത ഭയം എന്നൊക്കെ പറയും. Then 24. Plastic. Plastic. Plastic surgery. Plastic surgery. വേറെ എന്താ പറയാ നമുക്ക്? ആൻജിയോപ്ലാസ്റ്റി കേട്ടിട്ടില്ലേ? സെപ്റ്റോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, 24 ടിക്ക് ചെയ്യാം കേട്ടോ. Then 25 ടിക്ക് ചെയ്യാം. പ്ലേജിയ. പ്ലേജിയ പാരാലിസിസ്, പക്ഷാഘാതം അല്ലെ? പ്ലേജിയ മീൻസ് പാരാലിസിസ്. പ്ലേജിയ, ഹെമിപ്ലേജിയ. ഓക്കെ, okay. Next one, 26th. Nia. Nia means trooping. Nia means trooping. പക്ഷെ നമ്മൾ തൂങ്ങി കിടക്കുന്നതിനൊക്കെ പറയില്ലേ? അതിനാണ് ട്രൂപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. Nia. Then 28. Sorry, 26 അല്ലേ പറഞ്ഞത്? 27 ടിക്ക് ചെയ്തേ. 27 ടിക്ക് ചെയ്യോ? 27. Topis. Topis എന്നാണ്. Topis എന്നാണ്. Topis. നമ്മള് പറഞ്ഞത് 27 പറഞ്ഞ പിള്ളേരെ. 27 ആണല്ലോ ട്രൂപ്പിംഗ് എന്ന് പറഞ്ഞത്.
അങ്ങനെ നമ്മൾ മാറിപ്പോയിട്ടോ. നിയ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ബ്രീത്തിങ് ആണ്. നിയ റിലേറ്റിംഗ് ടു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടതാണ് നിയ കേട്ടോ. അത് ടിക്ക് ചെയ്യണ്ട. 27 ആണെന്ത് ടോപ്പിസ് അഥവാ ഡ്രൂപ്പിംഗ്, തൂങ്ങിക്കിടക്കുന്നതിനെയാണ് ഡ്രൂപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. 28 എന്താണ്? 28 രാജ്യ കേട്ടോ. രാജ്യ എങ്ങനെയാണ് പറയുന്നത്? രാജ്യ എന്താണ്? അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ്. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ് എന്ന് പറയും. ഇപ്പൊ നമ്മള് ഹെമറാജിയ എന്നൊക്കെ പറയില്ല. യെസ്, ഹെമറാജിയ എന്നൊക്കെ പറയില്ല. അത് തന്നെ. ഓക്കെ, യെസ്. എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജിനെയാണ്. ഡിസ്ചാർജ് അറിയാലോ നിങ്ങൾക്ക് എന്താണ്? അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോയിന് ഡിസ്ചാർജ് ഓവർഫ്ലോ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? രാജ്യ എന്ന് പറയുന്നത് കേട്ടോ. രാജ്യയുടെ മീനിങ് വരുന്നതാണ്. ഓക്കെ, ഈ ഒരു പേജിൽ ടിക്ക് ചെയ്തത് ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. ട്വൽവ് 15 23 24 25 27 കറക്റ്റ് ആണോ ടിക്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഓക്കെ. ടിക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ 30. കുറച്ചുകൂടെ ഉള്ളു. സഫിക്സ് നമുക്ക് തീർത്തേക്കാം. കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. റാഫി എന്താണ്? സ്ട്രക്ചർ ഓഫ് റിപ്പയർ ഓഫ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. സ്ട്രക്ചർ ഓഫ് റിപ്പയർ ഓഫ് എന്നാണ് റാഫി പറയുന്നത്. ദെൻ 31 റിയ കേട്ടോ. റിയ ഫ്ലോ ഓഫ് ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. റിയ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ഓഫ് ഡിസ്ചാർജ് തന്നെയാണ്. 32 ടിക്ക് ചെയ്തേ. 32 ടിക്ക് ചെയ്യാം. സ്കോപ്പ്, ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. സ്കോപ്പ് അറിയാലോ, ഡിവൈസ് ഫോർ എക്സാമിനേഷൻ. അതായത് നമ്മൾ എൻഡോസ്കോപ്പ് എന്നൊക്കെ പറയില്ലേ, ഫ്ലൂറോസ്കോപ്പ്, എൻഡോസ്കോപ്പ്. ഡിവൈസ് ഫോർ എക്സാമിനേഷൻ ആണ്. ടിക്ക് ചെയ്യാം കേട്ടോ. മൈക്രോസ്കോപ്പ്. ഓക്കെ, ടിക്ക് ചെയ്യാം. 33 ടിക്ക് ചെയ്തേ. സ്കോപ്പി എന്താണ്? എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്. എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് നമ്മളാ. സ്കോപ്പി മീൻസ് എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്. സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ഡിവൈസിനെയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. സ്കോപ്പി എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആണ് അല്ലെ. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ടെസ്റ്റിസുകളാണ് അല്ലെ. ഓക്കെ, 32 33 ക്ലിക്ക് ചെയ്തോ. ക്ലിയർ ആണോ? 32 33. യെസ്. ഓക്കെ, then 34 എന്താണ്? പ്രോസസ് ഓർ ആക്ഷൻ ഓർ കണ്ടീഷൻ. സിസ് എന്ന് പറയുന്നത് പ്രോസസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ് എന്ന് പറയുന്നത് കേട്ടോ. സിസ് എന്ന മീനിങ് വരുന്നത്. ഓക്കെ, then 35 ടാക്സസ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. ടാക്സ് മീൻസ് ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ്. 36 ടിക്ക് ചെയ്യാം. 36 ടിക്ക് ചെയ്തേ. ട്രാഫിക് റിലേറ്റിംഗ് ടു ദ ന്യൂട്രീഷൻ. ട്രാഫിക് റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, പോഷകവുമായി ബന്ധപ്പെട്ടത്. ട്രാഫിക് ടിക്ക് ചെയ്യാം കേട്ടോ. 36 ടിക്ക് ചെയ്യാം. Then യൂറിയ എന്താണ്? റിലേറ്റിംഗ് ടു എ സബ്സ്റ്റാൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. യൂറിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീനിങ് എന്താ വരുന്നത്? റിലേറ്റഡ് ടു എ സബ്സ്റ്റാൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. അതായത് യൂറിനിൽ ഏതെങ്കിലും ഒരു വസ്തുവുമായി സൂചിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ ഇത് അവസ്ഥയുമായി സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ യൂറിയ എന്ന് പറയുന്ന മീനിങ് വരുന്നത്. ഓക്കെ, ഇതില് 32 33 36 മാത്രം പഠിക്കാം കേട്ടോ. 3 ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 32 33 36. ഓക്കെ, ക്ലിയർ ആണോ? സഫിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കോമൺ റൂട്ട് വേർഡ്സ് ഒന്നിൽ ബാക്കിയുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും എടുക്കും. ഞാൻ ഇനി എടുക്കുന്നത് അബ്രിവേഷൻ ആയിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അബ്രിവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. Okay, thank you. Have a nice day. Thank you.